ഹലോ ഗൈസ്, ഞാൻ ഇന്നുള്ളത് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് സ്പോട്ടായ ചെറുതാഴം മുളന്തുരുത്ത് എക്കോ പാർക്കിലാണ്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കുന്നിലാണ് ഈ ചെറുതാഴം മുളന്തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച ഒരു മുളന്തുരുത്താണിത്. നമുക്ക് ഈ മുളന്തുരുത്ത് ഒന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ വിത്ത് ചെറുതാഴം മുളന്തുരുത്ത്. നമ്മുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ചെറുതാഴം മുളന്തുരുത്ത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലൊന്ന് ചുറ്റിക്കണ്ടിട്ട് വരാം. ഇവിടെ എന്നെ ഒരുപാട് സ്വാധീനിച്ചെന്താന്ന് വെച്ചാൽ വളരെ ആകർഷകമായിട്ടുള്ള ഒരുപാട് ക്യാപ്ഷൻ. മുളയെപ്പോലെയാകുക, നിങ്ങൾ ഉയരുംതോറും ആഴത്തിൽ കുമ്പിടുക. നമുക്കൊരു നല്ലൊരു മെസ്സേജ് തരുന്ന ഒരുപാട് നല്ലൊരു ക്യാപ്ഷൻസ് എനിക്കിവിടെ കാണാൻ സാധിച്ചു. ഈ മുളന്തുരുത്തിൽ പ്രധാനമായും 4 മുള ഇനങ്ങളാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. ആ മുള ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റ് വൺ. ബാംബൂസാ കച്ചറൻസിസ് എന്നാണ് ഇതിന്റെ പേര്. ഇതാണ് ഈ മുളന്തുരുത്തിലെ അടുത്ത വെറൈറ്റി. ഗുവാഡ ആംഗുസ്റ്റിഫോളിയ എന്നാണ് ഇതിന്റെ പേര്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു വേർഷനാണ്. ബാംബൂസാ ഫോളിമോർഫിയ എന്നാണ് ഇതിന്റെ പേര്. നമ്മളെ മുളന്തുരുത്തിലെ മുള ഇനങ്ങളുടെ അവസാനത്തെ മുളയിനം എന്ന് പറയുന്നത് ഒക്ലാൻഡ്ര ട്രാവൻകോറിക്ക എന്നാണ് ഇതിൻ്റെ പേര്. കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളതും എനിക്ക് തോന്നുന്നു ഈ ഒക്ലാൻഡ്ര ട്രാവൻകോറിക്കയാണ്. ഇതിൻ്റെ ഇലകളൊക്കെ ഒരു നല്ലൊരു രസമാണ്. ഇതിങ്ങനെ വളർന്ന് പന്തലിക്കുമ്പോൾ ഒരു കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു മുളയിനമാണ് ഒക്ലാൻഡ്ര ട്രാവൻകോറിക്ക എന്ന് പറയുന്നത്. ഈ മുളന്തുരുത്തിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ, ഈ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മളൊരു പഴയ കാലത്തേക്ക് നയിക്കുന്ന ഒരുപാട് മെമ്മറീസ് നമുക്ക് ഇവിടെ തരുന്നു. പ്രത്യേകിച്ച് പഴയ സിനിമാ പാട്ട്, അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ തുടങ്ങിയ ആ പഴയ നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരുന്ന, നമുക്ക് എത്ര കേട്ടാലും മടുപ്പ് വരാത്ത ആ ഗാനങ്ങൾ നമുക്കിവിടെ പുനർജനിക്കുന്നതായിട്ട് തോന്നുന്നു. ഇല്ലിമുളം കാടുകളിൽ എല്ലലം പാടി വരും തെന്നലേ. വളരെ നല്ലൊരു അനുഭവമാണ് ഈ കോട്ടപ്പുഴയുടെ തീരത്തുകൂടി ഇങ്ങനെ ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കുന്നത്. പ്രത്യേകിച്ച് കുറേ പക്ഷികളും മത്സ്യങ്ങളൊക്കെയുള്ള ഈ കോട്ടപ്പുഴ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഈ മുളന്തുരുത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചെന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിലുള്ള ഒരു മുളന്തുരുത്താണ്. അതുപോലെ തന്നെ നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആണ്. നോക്കി, നമ്മൾ ഈ ഇരിക്കുന്ന ഇരിപ്പിടം പോലും ഒരു മഞ്ഞ മുളക് ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ വൈകുന്നേരം ഇരിക്കുന്ന ആ ഒരു ആംബിയറിൻ്റെ ആ ഒരു ആംബിയൻസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ഈ ഡസ്റ്റ്ബിൻ എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങിൻ്റെ ഓല കൊണ്ട് മടങ്ങിച്ച് ആ ഓല കൊണ്ട് കെട്ടിയ ഒരു ഡസ്റ്റ്ബിന്നാണ് ഇവിടെ. അതൊരു എന്താ പറയുക, ഇതൊക്കെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനത്തെ പാർക്കുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ കണ്ടുവരുന്നത് കുറവാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആ ഒരു പഴയ അതേപോലെ പകർത്തി, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ മലയാള സിനിമ പഴയ ഗാനങ്ങളുടെ വരികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ കൊടുത്ത മറ്റ് ക്യാപ്ഷൻസ് ആയിക്കോട്ടെ, ഈ ഡസ്റ്റ്ബിൻ ആയിക്കോട്ടെ, ഈ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായും നമ്മൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മുളന്തുരുത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ എന്നാൽ വേഗം വിട്ടോളൂ കോട്ടക്കുന്ന് ചെറുതാഴം പഞ്ചായത്തിലെ മുളന്തുരുത്തിലേക്ക്. ലെറ്റ്സ് എക്സ്പ്ലോർ ഗൈസ് ചെറുതാഴം മുളന്തുരുത്ത് കോട്ടക്കുന്ന്.